ാണ് അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ പറയുന്ന ബില്ല്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഇനി പാർലമെന്റിൽ എപ്പോഴാണ് ബില്ല് അവതരിപ്പിക്കുക? ഈ ഒരു ബില്ലിനെ പ്രതിപക്ഷം അടക്കമുള്ളവർ എതിർക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്തെല്ലാമാണ് ബില്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അതുല്യ, അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ മന്ത്രിസ്ഥാനത്ത് നീക്കാനുള്ള സുപ്രധാനമായ ബില്ലിനാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുക. എന്തായാലും കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായ നീക്കമാണ് നടത്തുന്നതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യമടക്കം ഒരു യോഗം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന എംപിമാരടക്കം ചേർന്ന ഒരു യോഗം രാവിലെ ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം ഈ ബില്ല് അവതരണത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരുന്നു. അതിന് പിന്നാലെ രാവിലെ സഭ ചേർന്നപ്പോൾ 11 മണിക്ക് ലോക്സഭ ചേർന്നിരുന്നു. ആ ചേർന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധം സഭയിലുണ്ടായിരുന്നു. തുടർന്ന് സഭ 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. അതിന് പിന്നാലെ വീണ്ടും സഭ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എന്തായാലും നേരത്തെ വഖഫ് ബില്ലടക്കം ഈ രീതിയിൽ പ്രതിപക്ഷം ഇല്ലാതെ അവതരിപ്പിച്ച ഒരു രീതിയുണ്ട്. എന്തായാലും ഈ രീതിയിൽ ആ രീതിയിലേക്ക് തന്നെ ഇതും അവതരിപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ബില്ല് ഇന്ന് നാളെ സഭ സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ബില്ല് കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. എന്തായാലും ആ രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കൂടാതെ ഈ ലോക്സഭയിൽ അവതരിപ്പിച്ച ശേഷം ഈ ബില്ല് മിക്കവാറും അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. പിന്നീട് JPC സമിതിക്ക് അടക്കം സംയുക്ത പാർലമെന്റ് സമിതിയിലേക്ക് അടക്കം ഈ ബില്ല് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തുടർന്ന് ശീതകാല സമ്മേളനത്തിൽ വീണ്ടും ഈ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കമാകും എന്തായാലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 വർഷമോ ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അഡ്വക്കേറ്റ് VR അനൂപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഭരണാധികാരികൾ സംശയത്തിന് അതീതരായിരിക്കണം എന്ന നിലയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ബില്ല് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇത് സ്വാഗതാർഹമാണ് അല്ലെങ്കിൽ ഭരണ രംഗത്ത് ശുദ്ധീകരണം നടത്തുന്നു എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ ദുരുപയോഗങ്ങൾക്ക് ഈ ബില്ല് വഴിവെക്കില്ലേ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കുന്നത് ഒരു തരത്തിലും സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. സംഘപരിവാറിന്റെ പ്രവർത്തനവും പ്രത്യയശാസ്ത്രവും അറിയുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു ബില്ലാണ്. അഴിമതിക്കെതിരെ എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്തരം സംവിധാനങ്ങൾ സംഘപരിവാർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള ചരിത്രം സമീപകാലത്ത് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അഴിമതിക്കെതിരെയൊക്കെ പറയുമ്പോൾ ഇപ്പൊ അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഒക്കെ നേതൃത്വം നൽകുന്ന അഴിമതിയെക്കുറിച്ച് രാജ്യവ്യാപകമായി വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതിയല്ല അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എങ്ങനെ സംസ്ഥാനങ്ങളിലെ മറ്റു മന്ത്രിസഭകൾ സംഘപരിവാർ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ നേതൃത്വങ്ങളെ എങ്ങനെ ദുർബലമാക്കാമെന്നുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല ബില്ലുകൾ പോലും വളരെ ദുരൂഹമായി ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. മുൻകൂട്ടി ചർച്ച ചെയ്യപ്പെടാതെ പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ച് ഒരു സൂചനയും നൽകാതെ ദുരൂഹമായി ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒന്ന് എന്ന നിലയിൽ തന്നെയാണ്. അനൂപ്, ഈ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന മന്ത്രിമാരുടെ മുൻപോട്ടുള്ള രാഷ്ട്രീയ ഭാവി അത് വീണ്ടും മത്സര രംഗത്തേക്ക് അവർക്ക് വരാൻ സാധിക്കുമോ? മറ്റൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർക്ക് നിയമപരമായി അതിനുള്ള അവകാശമുണ്ടോ? മുതലായ നിയമവശങ്ങളെക്കുറിച്ച് വിശദമാക്കാമോ? ആ ബില്ലിനകത്ത് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് മത്സരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രാഥമികമായി ഈ ബില്ല് അവതരിപ്പിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താ? കുറച്ച് ആളുകളെ ഈ പറയുന്ന ഒരു അഴിമതി കേന്ദ്രത്തിലെ ഏജൻസികളെ ഇപ്പോൾ അത് ED അടക്കമുള്ള ഏജൻസികളെ എങ്ങനെയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള അത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ
ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരാൾക്ക് നേരെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവിന് നേരെ ഇഡി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് അതേ വ്യക്തി തന്നെ BJPയുടെ ഭാഗമാകുമ്പോൾ ആ അന്വേഷണം മരവിക്കപ്പെടുന്നു. പ്രഫുൽ പട്ടേൽ NCPയുടെ നേതാവായിരുന്ന പ്രഫുൽ പട്ടേലിനെതിരെ ആദ്യ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇഡി BJPയിലേക്ക് വരുമ്പോൾ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. ഇഡി എന്ന് പറയുന്നത് ഈ പറയുന്ന NDA മുന്നണിയിൽ BJPയുടെ മറ്റൊരു ഘടകകക്ഷിയായി മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ BJPയുടെ ഈ അഴിമതി വിരുദ്ധത എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കപ്പെടാവുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി അനൂപ്, എന്തായാലും ഇപ്പോൾ 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളെ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന വളരെ സുപ്രധാനമായ ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. അമിത്ഷായാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുക. വളരെ സുപ്രധാനമായ ഒരു ബില്ല് തന്നെയാണ് ഇത്. ഉണ്ണി, തുടരുക. അതിൽ തീർച്ചയായും വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിന് നൽകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും. അതായത് തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി പോലീസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ 31-ാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. അതനുസരിച്ച് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ ശുപാർശ, ഈ മന്ത്രിയെ നീക്കണമെന്ന ശുപാർശ ഗവർണർക്ക് നൽകണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായി ഈ മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കുമെന്നതാണ് ബില്ലിൽ പറയുന്നത്. കൂടാതെ ഈ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഈ രീതിയിൽ തന്നെയാണ് ഉള്ളത്. 30 ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിലും 31-ാം ദിവസം സ്ഥാനം നഷ്ടമാകും. അതേസമയം ഈ ജയിൽ മോചിതരായാൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ സ്ഥാനത്ത് തിരികെ വരാമെന്നും ഈ ബില്ലിൽ പറയുന്നു. നേരത്തെ ഈ 2 വർഷം വരെ ശിക്ഷിച്ചിരുന്ന തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമാണ് ഈ രീതിയിൽ അയോഗ്യനാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നുള്ളത്. നേരത്തെ നിരവധി കേസുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ബില്ല് തന്നെയാണ്. നമുക്കറിയാം, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ഹേമന്ത് സോറൻ അടക്കം ഈ രീതിയിൽ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടിക്കാർ അല്ലെങ്കിൽ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബില്ലെന്ന രീതിയിലുള്ള വിമർശനം ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ ഈ ഒരു സമയത്ത് ഈ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ ബീഹാർ വോട്ട് പട്ടിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ശക്തമായി തന്നെ, വലിയ പ്രതിഷേധമായി തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നൊരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്നുള്ള വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായ ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ വരുന്നത്. ഈ ബില്ല് സംയുക്ത പാർലമെന്റ് സമിതിയിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും സംയുക്ത പാർലമെന്റ് സമിതി ചേരാനും അല്ലെങ്കിൽ രൂപീകരിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുല്യ. ശരി ഉണ്ണികൃഷ്ണൻ, എന്തായാലും പാർലമെന്റിൽ ഇന്ന് സുപ്രധാന ബില്ല് അവതരിപ്പിക്കുമോ, എന്തൊക്കെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ, പ്രതിഷേധങ്ങൾ മുതലായവയെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. KC ഉണ്ണികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.